തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പ് മറിയം വന്ന് വിളക്കൂതി ഗുണ്ടു സാരമാണികോ വച്ചങ്ങാതി പകടകളിക്കും പടയാളി കുട്ടിക്കൊമ്പന് പൊട്ട് പിടിച്ചാൽ കൂട്ടക്കൊലയുടെ ഗുണമാറ്റം അത്തള തവളാച്ചി ചുക്കുമയിരിക്കണ ചൂലാപ്പ് മറിയം വന്ന് വിളക്കൂതി ഗുണ്ടു സാറാമാണികോ പട്ടണ നടുവിൽ പടുകുഴി തന്നിൽ പട്ടിണിയാണടി പോടി പെണ്ണി കൊട്ടുമൊരടിപൊളി താളം മേളം നട്ടും പഞ്ചാരി പട്ടണ നടുവിൽ പടുകുഴി തന്നിൽ പട്ടിണിയാണടി പോടി പെണ്ണി കൊട്ടുമൊരടിപൊളി താളം മേളം തട്ടും പഞ്ചാരി നെട്ടോട്ടം നരിയുടെ നാട്ടോട്ടം കഥയുടെ കാറ്റോട്ടം പല വഴിയേ അത്തള വിത്തള തവളാച്ചി ചുക്കുമയിരിക്കണ ചൂലാപ്പ് മറിയം വന്ന് വിളക്കൂതി പോക്കിരിവാ വച്ചങ്ങാതി പകിടകളിക്കും പടയാളി കുട്ടിക്കൊമ്പന് പൊട്ട് പിടിച്ചാൽ കൂട്ടക്കൊലയുടെ കുടമാറ്റം വിടുവായാൽ കൊക്കി കൊക്കി കുറുകല്ലൻ പക്ഷിപ്പെണ്ണെ കൊടുവാണ്ടി കൂടും കൂട്ടി കൂടി വെക്കും ഞാൻ പുലികേറക്കുന്നും മേലെ എലി പോലെ ചെക്കേറുമ്പം തലയു വലയിൽ കൂടുങ്ങാ ഒരു ചോടനുറുമ്പിനു കൊമ്പൻ ദേവമ്പോ അമ്പട്ട കുമ്പിടരി പട്ട പന്തളത്തെത്തുമ്പ കുമ്പളം മുളയ്ക്കണ ചതിയും ഗതിയും ശരിയോ മാറാട്ടം ഇവളൊരു വേദാളം പകയുടെ മാമാങ്കം അടിക്കണതോ ഇവളൊരു പകയുടെ മറിയാമ വിളക്കൂതലവരിയോ ചങ്ങാതി പകടകളിക്കും പടയാളി കുട്ടിക്കൊമ്പന് പൊട്ട് പിടിച്ചാൽ കൂട്ടക്കൊലയുടെ കുടമാറ്റം കുഴിയാനക്കോലം കെട്ടി പഴിവാങ്ങി പട്ടം വാങ്ങി കുലവാഴത്തോട്ടം കാക്കും കൂറുമ്പിപ്പെണ്ണേ മറിമായ ചന്തയ്ക്കുള്ളിൽ കുറിമാനം നോക്കും തത്തേ ബുധനോ ശനിയോ മനസ്സിൽ മരപാമ്പിത്തു വാസുകിക്കമ്മാവനോ ശിവശങ്കരരെങ്കേടി നിന്നെ നാക്കിന് നാരദനാക്കിയതാരടി വളയ്ക്കും തിരിക്കും ഞാനോടിക്കും ചൂടാട്ടം പടയുടെ നേരോട്ടം ഇതുപോലെ തീയാട്ടം കരികിടതോ സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞു. നിങ്ങളുടെയൊക്കെ ഐഡിയ കേൾക്കാൻ പോയി എന്നെ പറഞ്ഞാൽ മതി. എന്നാ ഞാനൊരു പുതിയ ഐഡിയ പറയാം. ഒന്ന് മിണ്ടാതിരി, അവനാകെ ചൂടായിട്ടിരിക്കുക. എനിക്ക് ആരുടെ സഹായം ഉപദേശം വേണ്ട. എനിക്കറിയാം അവളെ എങ്ങനെ വളച്ചൊടിച്ച് നിലം പറ്റിക്കണമെന്ന്. ഒന്നേ പേടിക്കണ്ട, ഞാൻ പ്രതികാരത്തിന് വന്നതൊന്നുമല്ല. എൻ്റെ പേര് ശിവൻകുട്ടി. എന്നെ മറന്നു കാണില്ല എന്ന് വിശ്വസിക്കുന്നു. അല്ല, അങ്ങനെ പെട്ടെന്ന് മറക്കാൻ വഴിയില്ല, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ പേടിച്ചോടൂല്ലോ. ക്ഷമിക്കണം, അന്ന് ക്ഷമ ചോദിക്കാൻ കഴിഞ്ഞില്ല. അതേതായാലും നന്നായി. അന്ന് എന്നോട് ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ പ്രതികരണം വളരെ മോശമായിരുന്നേനെ. ഓ, എന്നാലും എന്നെ പോലൊരു മാന്യനെ അത്ര പെട്ടെന്ന് ഒരു കള്ളനാക്കി ചിത്രീകരിച്ച തന്റെ കഴിവിനെ സമ്മതിക്കണം. ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചതല്ല. നിങ്ങൾ രണ്ടുപേരെ സ്കൂട്ടറിനടുത്ത് കണ്ടപ്പോ തെറ്റിദ്ധരിച്ചു പോയതാ. ക്ഷമിക്കണം. നേരത്തെ ഒരു ക്ഷമ ചോദിച്ചതാ. ഞാൻ വരട്ടെ. നീ വീഴും, അല്ലെങ്കിൽ ഞാൻ വീഴ്ത്തും. ഞാൻ ക്ഷമിച്ചുട്ടോ. പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. അവൻ എനിക്കെതിരെ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. അതാ അവന്റെ വെല്ലുവിളിക്ക് ഇത്ര ശക്തി കൂടുതൽ. കൊടുത്താലോ? പ്രസിഡന്റ് ഒന്ന് മൂളിയാ മതി, ബാക്കി കാര്യം ഞങ്ങളെ. തല്ലിന് വഴക്കിനൊന്നും പോകണ്ട. അയാൾ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നീ എന്തറിഞ്ഞോണ്ടായി പറയുന്നേ? അവൻ വല്ല പണി ഒപ്പിച്ചു വെച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും തല്ലു വേണ്ട. അവന്റെ ഇല്ലാത്ത ഒരു സാധനം വെച്ച് വേണം കളിക്കാൻ. അതെന്താ? ബുദ്ധി. എന്താ വേണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞാൽ മതി. താൻ പോയി
ആ മെമ്പർ ആനിയോടൊന്ന് വരാൻ പറ. അതെന്തിനാ? അതിനൊന്നും അല്ലടി, എന്നെ തോപ്പിക്കാൻ നടക്കുന്ന അവന് ഒരു ഷോക്ക്. ഷോക്ക് അടിച്ചതുപോലെ മുതലാളി ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ബോംബെയിൽ നിന്ന് ഇങ്ങനെ ഒരു കോൾ വന്ന സ്ഥിതിക്ക് സംഗതി എല്ലാം കൈവിട്ട് പോകുന്ന കാര്യം ഉറപ്പായി. അയാൾ ഒറ്റ ഒരുത്തന അവളെല്ലാം അറിയിക്കുന്നു. അവനും പെങ്ങളും ഒന്നായ എനിക്കെല്ലാം നഷ്ടമാവും, ഉറപ്പാ. ഇതുവരെയുള്ള ആദായത്തിന്റെ കണക്കുകൾ മുഴുവൻ എഴുതി വെക്കാനും അത് വലിയേട്ടനെ കാണിക്കാനും അല്ലേ പെങ്ങൾ പറഞ്ഞുള്ളൂ. അതൊരു പ്രശ്നമല്ല. നിങ്ങൾക്കൊന്നും ഇതൊരു പ്രശ്നമല്ലല്ലോ. പ്രശ്നം മുഴുവൻ എനിക്കല്ലേ. 10-15 വർഷം ഞാൻ നോക്കി നടത്തിയതിന്റെ ലാഭവിഹിതം മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വന്ന പിന്നെ ഞാൻ ഗോപി. ഇനി ബോംബെയിൽ നിന്ന് വരുന്ന അനന്തരവൻ അയാളുടെ വിത്തിനെങ്ങാനും കെട്ടിയാലോ എന്റെ സ്വത്തും പോയി. ഇതിലും ഭേദം തെണ്ടാനിറങ്ങുന്ന. അതുകൊണ്ട് ഇനി വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അവളെ പ്രേമിച്ചൊതുക്കി ദുഷ്പേരുണ്ടാക്കി തരണം. മുതലാളി പേടിക്കണ്ട, ഞങ്ങളില്ലേ കൂടെ. ഇനി അവനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാനില്ലേ. മുതലാളി പറഞ്ഞത് പെണ്ണിനെ പ്രേമിക്കാനാണ്, പീഡിപ്പിക്കാനല്ല. ദൈവം തന്നെ പ്രേമിച്ചാ മതി. എന്തായാലും എന്റെ കാശ് കിട്ടൂ. നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. എന്താ നിന്റെ അഭിപ്രായം? എന്റെ ബുദ്ധി കൈക്കരുത്ത് മെയ്ക്കരുത്ത് ഈ 3 ഐറ്റംസിൽ മുതലാളിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോ. നമ്പർ 1, മുതലാളിക്ക് ഒന്നും നഷ്ടപ്പെടില്ല. നമ്പർ 2, ബോംബെ അനന്തരവും വന്നാലും അവളെ കല്യാണം കഴിക്കില്ല. ഇത് കോഴിപ്പറമ്പിൽ ശിവൻകുട്ടി തരുന്ന ഉറപ്പാ. മതി, എനിക്കത് മതി. കോഴിപ്പറമ്പ് പോയി വരൂ. നമ്മുടെ പഞ്ചായത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പോയ പിന്നെ ഞാനെന്തിനാ പഞ്ചായത്ത് പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പഞ്ചായത്ത് ഒന്നേ ഒരു കാര്യം പറയാനുണ്ട്. കണക്കുകളൊക്കെ നമ്മളെ കാണിക്കാനാണ് ബോംബെ എന്നുള്ള ഓർഡർ. ഞാൻ എപ്പോഴാണാവോ നമ്മുടെ കണക്ക് തീർക്കാൻ വരേണ്ടത്? സംഗതി ഏറ്റു. കണക്ക് തീർക്കാൻ നീ എന്റെ അടുത്ത് വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വള്ളിപുള്ളി വിടാതെ പെങ്ങളെ അറിയിക്കാൻ താൻ ആരാ? ഞാൻ ആരും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ ഇവിടെ ഒരു പുല്ല് നടക്കില്ല. അനന്തരവന് മോളെ കെട്ടിച്ചു കൊടുത്ത് എന്റെ സ്വത്തും തട്ടിയെടുത്ത് അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് താൻ കരുതണ്ട. നടക്കുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. തന്നെ ഇത്രയും നാൾ ഞാൻ വെറുതെ വിട്ടത് പേടിച്ചിട്ടല്ല, തന്നെ തല്ലി എന്റെ കൈ നാറ്റിക്കണ്ടല്ലോ എന്ന് കരുതിയ. പക്ഷെ എന്റെ കൈ നാറ്റിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ചിരിക്കല്ലേ ചിരിക്കല്ലേ, വല്ലോണ്ടൊക്കെ ചിരിക്കല്ലേ. കുറെ കാലമായല്ലോ ഇയാടെ പുറകെ ഈ തായി ഒലിപ്പിച്ച് നടക്കുന്നു. സമയം കിട്ടുമ്പോ കുറച്ച് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക. ഇല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഞാനും എന്റെ പിള്ളേരും അങ്ങോട്ട് ഇറങ്ങും. പിന്നെ തൃശ്ശൂർ പൂരത്തിനെ വെടിക്കെട്ട് പോലെ ആവും കാര്യങ്ങൾ. കണ്ടല്ലോ, വാ കുഞ്ഞുങ്ങളെ. ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബേഷായിരുന്നു. അതിന് ആവശ്യ നേരത്തെ ഐശ്വര്യനെ കാണില്ലല്ലോ. സ്വർണ്ണ ബിസിനസ് ആണെന്നാ വിചാരം. 2 ദിവസമായിട്ടേ ഈ വഴിക്ക് വന്നിട്ടില്ല. ഒരു പപ്പടക്കാരൻ ഇത്ര അഹങ്കാരോ? അപ്പൊ ഒരു കോടീശ്വരനായി ഞാനൊക്കെ എങ്ങനെ അഹങ്കരിക്കണം? അത് ഈ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ എന്ത് കാശുകാരനാണെന്ന്. ഫാക്ടറി ഇവിടെ അടുത്തന്നെ തുടങ്ങണേ സാറേ. എന്നാലേ എനിക്ക് വല്ല മെച്ചം ഉണ്ടാകുള്ളൂ. കുറച്ച് ചായെങ്കിലും വിറ്റുപോകുമല്ലോ. അതിവിടെ തന്നെ തുടങ്ങും. പക്ഷേ ഒരു പാലുട്ട അങ്ങാടും ഇങ്ങോട്ടൊക്കെ വേണം. പാലം എന്ന് വരും. പാലം ഇയാൾ ചാർജ് കഴിഞ്ഞാ എനിക്ക് പോയ ഒന്ന് ട്യൂൺ ചെയ്യാൻ സമ്മതിക്കൂലെന്ന് വെച്ചാ. എന്നാ കാശ്. ആ നീ എത്തിയോ? എന്താ എത്തണ്ടേ? 2 ദിവസമായിട്ട് ഇത് എവിടായിരുന്നു? അയ്യോ, ഈ മുഖത്തിന് എന്ത് പറ്റി? ഓ, അപ്പൊ വീണ്ടും കല്യാണം മുടക്കിയല്ലേ? എന്താ നീ മിണ്ടാത്തെ? അതെ, അതാ 2 ദിവസം ഇവിടുന്ന് മാറിയുന്നത്. ഉഴിച്ചിലായിരുന്നു, ഉഴിച്ചില്. നമ്മുടെ കുമാരൻ വൈദ്യന്റെ അവിടെ. അതും ഫ്രീ. ഇവിടെയൊക്കെ കല്യാണം മുടക്കിയ ഉഴിച്ചിട്ട് ഫ്രീ ആണല്ലേ? പിന്നെ ഉഴിച്ചിലിന് മുമ്പ് ഒരു 5-6 പേര് കൂടി മർമ്മം നോക്കി കിഴിപിടുത്തവും ധാരയും ഇതൊക്കെ ഫ്രീയാ. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഗ്രാമം. അത് നിങ്ങൾക്കും താമസിയാതെ മനസ്സിലാകും. എടാ, നീ അറിഞ്ഞോ ഇവിടെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറി എന്റെ ചായക്കടെടുത്ത് തുടങ്ങാന്നാ സാർ പറഞ്ഞിരിക്കണേ. അപ്പൊ നിന്റെ പപ്പടത്തിനും എന്റെ ചായക്കും ഒക്കെ ചെലവ് കൂടും. തുടങ്ങിയാ നല്ലതാ. അതല്ല വേറെന്തെങ്കിലും തുടങ്ങാനാണ് പ്ലാനെങ്കില് വിവരം അറിയും. വിവരം. നീ ഒന്നും മിണ്ടാതി. ഈ പട്ടിക്കാട്ടിൽ വേറെ എന്ത് തുടങ്ങാനായിട്ടാ? പിന്നെ പട്ടിക്കാട്. എടാ, ഒരു 5 കെട്ട് പപ്പടം. 5 കെട്ട് പപ്പടത്തിന്റെ കാശ് വേറെ തരാനുണ്ടാ. അതൊക്കെ തരാന്നേ. തന്നാ മതി. 1, 2, 3, 4. എത്രയായി ജാനു? 15-50. ഓ, അത്രേ ഉള്ളൂ. അയ്യോ സാറേ, ബാക്കി ബാക്കി ജാനു വെച്ചോളൂ. ഒരു ടിപ്പായിട്ട്. ദൈവമേ, ആ ഫാക്ടറി ഇവിടെ തന്നെ തുടങ്ങിയാ മതിയായിരുന്നു.
ഫ്രീ ആയിട്ട് വെച്ചോ. രാജപ്പാ എവിടെ പോകണ്ട ഈ പാതിരാക്ക്? ഞാനൊരു വെടിക്കെട്ട് കാണാൻ പോവാ. ഏതമ്പലത്തിൽ? ജാനുഅമ്മ കോവിലില്. ജാനുഅമ്മ കോയിലോ? അങ്ങനെ ഒരു കോയിലിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ പോയപ്പോഴാണ് ഞാൻ കേട്ടത്. ആ ചായക്കടക്കാരി ജാനുവാ. എന്നാ നീ ഒറ്റക്ക് പോണ്ട, തേരോട്ടുണ്ടാവും. ഞാനും വരാം. മിണ്ടാണ്ട് ആ വാടത്തേക്ക് അവന്മാര് എഴുന്നേറ്റാല് ഭക്തജനങ്ങൾ കൂടും. മിണ്ടാണ്ട് മിണ്ടാണ്ട് പതുക്ക പതുക്ക. വേലി ചാടി കടക്കാന്ന് വിചാരിച്ച വേലി പോലും ഇല്ല. എടാ രായപ്പ, നമ്മള് മുട്ടി അവള് തുറക്കോ? പിന്നെ മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ അവള് പറഞ്ഞിരിക്കുന്നത്. അത് യേശുദാസ് പറഞ്ഞല്ലേ? പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആ അതിനൊക്കെ ഒരുപാട് മുമ്പ് ഇവള് പറഞ്ഞതാ. ആ രായപ്പ, ഒരാള് ഇറങ്ങിയിരുന്നു. ആ ഒരു രക്ഷപ്പെട്ട്. എങ്ങനെ? ഇയാൾ ഇവിടെ സ്ഥിരം പുള്ളിയാണെന്ന് തോന്നുന്നു. ഇയാളെ പിടിച്ചിട്ട് 2 എണ്ണം കൊടുത്ത് ഭീഷണിപ്പെടുത്തി നമുക്കകത്ത് കയറാം. രായപ്പ, ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ നീ ആ റേറ്റ് ചോദിച്ചേക്കണേ. പിടിച്ചോളൂ രായപ്പ. നീ എന്താടാ കോടതിയിൽ നിന്ന് ഇറങ്ങണ തവലിട്ട് മുഖമൊക്കെ മൂടി? ആഹാ, ഇവനാണ്. നിനക്കെന്താ പണി? ഞാൻ ഒരു കെട്ട് മുളക് പപ്പടം കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ പപ്പടം മേടിക്കാൻ വന്നത്. ഇവിടെ എന്താ വില? ഞാൻ ഹോൾസെയിൽ റേറ്റിനാ കൊടുത്തത്. റീറ്റെയിൽ ആയിട്ട് മതി. ദൈവമേ, എവിടെയെങ്കിലും പോയി കത്തോട്ടെ. നിങ്ങൾ എന്താ ഓടണില്ലേ? അയ്യാവുള്ള വാത്തോണ്ട് ഇടിച്ചു കൊല്ലു. മതി മതി. പപ്പടം ഒന്നും എടുക്കണേ. നോക്കുന്നേ നല്ല തണുത്ത കാറ്റ് അതെവിടെ നിന്ന് വരിക നോക്കായിരുന്നു. അത് ഈ വീടിന്റെ ഒരു പ്രത്യേകതയാ. ഏത് മൂലയ്ക്ക് ഇരുന്നാലും നല്ല തണുത്ത കാറ്റ്. ആവശ്യമുള്ളടുത്ത് കഴിച്ചോണം. ഇത് നിങ്ങളുടെ സ്വന്തം വീടായിട്ട് കരുതിയാൽ മതി. അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നത്. കഴിച്ചോ, നല്ലോണം കഴിച്ചോ. നമ്മുടെ ഉദ്ദേശം പറഞ്ഞാ പിന്നെ ജീവിതത്തിൽ ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല. അത് ശരിയാണല്ലോ. വയറ് നിറച്ച് കഴിപ്പിക്കണമെന്നാണ് എന്റെ പോളിസി. വല്ലവരും വീട്ടിൽ ആഹാരം കഴിക്കുമ്പോ വയറ് നിറച്ച് കഴിക്കണമെന്നാ എന്റെ പോളിസി. കഴിച്ച് കഴിയുമ്പോ ആരെങ്കിലും പിടിച്ച് എഴുന്നേൽപ്പിക്കണമെന്നും വല്ല പോളിസി ഉണ്ടോ? അല്ല, ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരത്തില്ല ഈ സ്ഥലത്തിനും ഫാക്ടറിക്കും കൂടെ. ഏത് ഫാക്ടറി? നമ്മുടെ ഫാക്ടറിടാ. പിന്നെ വേണ്ടി വരും തീർച്ചയായും. ബാങ്ക് വായ്പയൊക്കെ ഉണ്ടാവൂലേ? അതെ. 20 കോടി രൂപ ആസ്തിയുള്ളവന് ബാങ്ക് വായ്പേ. എന്തു പറ്റി? ആരെന്ന് പറഞ്ഞാ എപ്പോഴും എങ്ങനെയാ. എഴുന്നേറ്റോളൂ എഴുന്നേറ്റോളൂ. കുഞ്ഞുണ്ണി ഇരിക്കൂ. എന്നാ എഴുന്നേറ്റോളൂ. കഴിഞ്ഞിട്ടില്ലേ? എന്നാ കഴിച്ചിട്ട് മതി. വെയിറ്റ് ചെയ്യാം. രായപ്പന് വേണ്ടത് വെയിറ്റ് ചെയ്യാം. അല്ല, നീ എന്താ ഇതുവഴി? മുറ്റത്തൊരു കാറ് കിടക്കുന്നു. ആരാ വല്യമ്മ വരുന്നകാര്? ആ, അതിവിടെ ഫാക്ടറിയോ മറ്റോ പണിയാൻ വന്ന ആൾക്കാരാ. പ്രിയ എവിടെ? അവള് മോളിൽ കാണും. അച്ഛനൊരു കമ്പ്യൂട്ടർ വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ തലയിൽ തന്നെ 24 മണിക്കൂറും. സോറി. ഞാൻ ഇവിടെ കുട്ടിയുടെ കുഴപ്പാ. അച്ഛനോട് പറഞ്ഞ് എന്നെ തല്ലു വിളിക്കരുത്. ഇതൊക്കെയാണ്. നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? എന്താടി മുഖത്തൊരു ചമ്മിയ ലക്ഷണം? അത് താഴെ അയാള്. നീ അയാളെ കണ്ടോ? നമ്മള് പേടിക്കുന്ന പോലെ അയാള് പ്രതികാരം ചെയ്യാൻ വന്നതൊന്നും അല്ല. എന്തോ കയർ ഫാക്ടറി തുടങ്ങാൻ വന്നതാ. നീ പരിചയപ്പെട്ടോ? ഏയ്, അച്ഛൻ പറഞ്ഞതാ. ഞാൻ അയാളെ കണ്ടിരുന്നു. ശിവൻകുട്ടി എന്നാ പേര്. എന്നിട്ട് ആദ്യം ഞാൻ പേടിച്ചു പോയി. പിന്നെ സംസാരിച്ചപ്പോ ഒരു ധൈര്യം വന്നു. അന്നങ്ങനെ സംഭവിച്ചതിന് ഞാൻ സോറി പറഞ്ഞു. ഒരു റൊമാൻസിന് സാധ്യതയുണ്ട്. എന്ത് പറഞ്ഞാലും നിനക്ക് തമാശയാ.
വെറുതെ പറഞ്ഞല്ലേ. എന്നിട്ട് ഇപ്പോ ഇങ്ങോട്ട് കയറി വരുമ്പോ ഒന്ന് കൂട്ടിയിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും ശരിയാവും. എന്ത്? റൊമാൻസ്. നിനക്കല്ല, അയാൾക്ക്. കൊടി. അപ്പോ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് വരണം. നമ്മുടെ ഫാക്ടറിയുടെ കാര്യം അടുത്ത മീറ്റിംഗിന് ഞാൻ മേശപ്പുറത്ത് വെക്കും. പഞ്ചായത്തിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആഹാ, ഇത് നമ്മുടെ തോമസ് അല്ലേ? ഈശ്വര, പലിശ തോമസ്. എന്താടോ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ എന്നെ മറന്നിട്ടില്ല. ഇതുവരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കണ്ടേച്ച് പോകലെന്ന്. ഇത് തോമസ്, പലിശ തോമസ്, എന്റെ ഒരു പഴയ സുഹൃത്താ. ഇവരൊക്കെ ഇവരെവിടെ പോയത്? നിങ്ങൾ എന്തിനാ ഓടിയത്? അല്ല, ഭാർഗവൻ ചേട്ടൻ എന്തിനാ ഓടിയത്? നിങ്ങൾ ഓടിയപ്പോ ഒരു കമ്പനിക്ക് വേണ്ടിയല്ലേ ഞാൻ ഓടിയത്, മനസ്സിലായില്ലേ? പിന്നെ എന്നാൽ ആ പലിശ എന്താ ഇവിടെ? ഇത് നമ്മളെ അന്വേഷിച്ചതാവോ? അതിന് നമ്മൾ അന്വേഷിച്ച് പ്രശ്നം. ആ, നീ എത്തിയ. അപ്പൊ എന്റെ ഈ വഴിക്കുള്ള വരവ് വെറുതെ ആയില്ല. അപ്പൊ അയാളാണ് പലിശ തോമസ് അല്ലേ? അയാളെ ഞങ്ങളെ കണ്ടിട്ടുണ്ടാവോ? കണ്ടിരുന്നെങ്കിൽ അയാൾ നിങ്ങളുടെ പുറകെ ഉണ്ടാവില്ലേ? ഇതുവരെ ഓട്ടത്തിനൊരു വിശ്രമം ഉണ്ടായിരുന്നു, ഇനി വിശ്രമില്ലാത്ത ഓട്ടം ഒരുക്കുള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവരടുത്ത സുഹൃത്തുക്കളാ. അയാളങ്ങ് തിരിച്ചു പോയിക്കോളൂന്നേ. ഒരു മിനിറ്റ്. ഒരു കോടി മുണ്ട് പോലും മേടിക്കാൻ കാശില്ലാത്ത എനിക്ക് എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാ നീ പറഞ്ഞ? 20 കോടിയാ? അത് കേട്ട് അങ്ങേര് നിനക്ക് മോളെ കെട്ടിച്ചെന്നല്ല, പിന്നെ പ്രേമിച്ച് പ്രേമിച്ച് പുറകെ നടന്ന് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ല. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ അത് പോട്ടെ, നീ അവളെ കണ്ടോ? കണ്ടു. അതെപ്പോ എന്നിട്ട് നീ സംസാരിച്ചോ? തോമസ് ചേട്ടനാ. പെട്ടെന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിശ്വാസമായിരിക്കുന്നു. എന്താ തോമസിന്റെ അവിടെ ആരെങ്കിലും കാണാനാ? അതേടെ കാണാമെന്നാണ്. ദൈവമാണ് നിന്നെ എന്റെ മുമ്പിൽ എത്തിച്ചത്. കാശ് തരാമെന്ന് പറഞ്ഞ അന്ന് നീ അവിടെ മുങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ കാറിന് വരച്ച് നടക്കണവൻ. തോമസിന്റെ ഇവിടെ എന്റെ മാനം കളയരുത്. ചേട്ടനെ ഇന്ന് മേടിച്ച പൈസ പലിശ സഹിതം ഉടൻ തന്നെ ഞാൻ തിരിച്ചു. ഇത് ഞാൻ കുറെ നാളായിട്ട് കേൾക്കുകയാണ്. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ കാശ് എന്ത് കിട്ടണം? മുതലും പലിശയും ചേർത്ത് 1,60,60,000 രൂപ ഇപ്പൊ കിട്ടണം. അത് കുറച്ച് കൂടുതലല്ലേ തോമസ് ചേട്ടാ? മൊത്തം ഞാൻ 1 ലക്ഷം രൂപയല്ലേ തരാനുള്ളൂ. അപ്പൊ നീ എനിക്ക് കാശ് തരാനുള്ള ഉദ്ദേശം ഇല്ല. പിടിപിടി കാര്യം പറയട്ടെ ചേട്ടാ. സോറി. അതെ, ഈ കണ്ണമ്പള്ളി സ്വാമിയിൽ നിന്ന് കേട്ടോ? ചട്ടമ്പി സ്വാമി, ഗുരുസ്വാമി, അയ്യപ്പ സ്വാമി എന്നിങ്ങനെ ഒരുപാട് സ്വാമിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏതാണ് ഈ പുതിയ സ്വാമി? ഇത് സ്വാമി അല്ല, സോമിൽ, തടിമില്ല്. ആ ജംഗ്ഷന് വലത് സൈഡിലുള്ളതാ. ഇല്ല, കേട്ടിട്ടില്ല. എന്നാ കേട്ടോ, ഈ നാട്ടിലെ നമ്പർ 1 തടിമില്ലാണത്. എടാ, ആ തടിമില്ല് എന്റെ കാശും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് തോമസ് ചേട്ടന്റെ ഒരു കുഴപ്പം. എന്റെ തോമസ് ചേട്ടാ, ഞാനും രാമൻ നായരും. ഏത് രാമൻ നായർ? കണ്ടംപുള്ളി രാമൻ നായരും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന തടിമില്ലാണത്. കഴിഞ്ഞ 2 മാസത്തെ ലാഭവിഹിതം ഞാൻ ഇതുവരെ കൈപ്പറ്റിയിട്ടും കൂടിയില്ല. അത് തന്നെ ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഉണ്ടാവും. 10 പൈസ ഇല്ലാത്ത 2 മാസത്തെ ലാഭവിഹിതം 2 ലക്ഷം രൂപയാ? അതങ്ങ് പരമ്പര പള്ളി ചെന്ന് പറഞ്ഞാ മതി മോനെ. ഇതൊക്കെ തന്നെ കുഴപ്പം. വിശ്വാസത്തിലേക്ക് കരടിയോട് വെക്കും. ഇവൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് തോമസ് ചേട്ടാ. നീ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. നീ മഹാ ഉടായിപ്പാണ്. അവന്മാര് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. ഞാൻ പറഞ്ഞ സത്യം പറയില്ല, നീ നുണ. അവര് പറഞ്ഞ ശരിയാ അതല്ലേ? എന്നാ വാ, ഇപ്പൊ പോവാ. ഇപ്പഴാ? അതെ. അല്ല, പിന്നെ സമയം. അയ്യോ, ഇത്രയും കാശ് കയ്യിൽ വെച്ച് ആരെങ്കിലും നടക്കുവോ? നാളെ വ്യാങ്ക് തുറക്കട്ടെ, അപ്പൊ എടുത്തു തരാം. അപ്പൊ ഇവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടി. അഥവാ ഞാൻ അവിടെ ഇല്ലെങ്കിലും എന്റെ പാർട്ട്ണർ പൈസ തരും. രാമൻ നായർ വളരെ നല്ല മനുഷ്യനാ. തോമസ് ചേട്ടനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അപ്പ കിട്ടും. ഒരു തവണ കൂടി ഞാൻ വിശ്വസിക്കുന്നു. ഇത് അവസാനത്തെ പറഞ്ഞേക്കാം. നാളെ കിട്ടും, ഉറപ്പാ. ഈ കൈ എന്തിനാ? ഈ കൈ കൊണ്ട്, ഈ കൈ കൊണ്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ കാശ് കിട്ടുന്നത് വരെ ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ പിടിച്ച് കേട്ട. അപ്പോ നമുക്ക് നാളെ മില്ലിൽ കാണാം. അല്ല, തോമസ് ചേട്ടാ അവിടെ കൊണ്ടുപോലെ. തോമസ് ചേട്ടാ, എടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നമ്മള് മുങ്ങ തന്നെ. എങ്ങോട്ട്? രായപ്പില്ലാതെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? പിന്നെ അളിയന്റെ പ്രശ്നം. ഓ ശരിയാ, ഞാൻ അത്രയ്ക്ക് ഓർത്തില്ല. എടാ നീ എന്താ ആലോചിക്കുന്നേ? വഴിയുണ്ട്. അയാൾക്ക് 2 കൊടുക്കാനുള്ള വഴിയുണ്ട്. 2 അല്ല, ആവശ്യത്തിലേറെ കൊടുക്കാം. അതിനുവേണ്ടിയല്ലേ 3 തീറ്റയും കൊടുത്ത് ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നത്. അവന്മാർക്ക് ഒരു പണിയായി. അതെ, ഇവിടെ ഉള്ള ഒരു എംബോക്കിക്കും എന്റെ നേരെ വരാൻ ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ പുറത്തു നാളെ ഇറക്കുന്നത്. മില്ലിന്റെ ലാഭവിധം മാത്രം മതി എന്നാണോ പറഞ്ഞത്? കാലം അത് മാത്രം മതി എന്നാണ് പറഞ്ഞത്. ബാക്കി പിന്നാലെ വന്ന് വാങ്ങിച്ചോളാന്ന്. പിന്നാലെയല്ല, നാളെ തന്നെ എല്ലാത്തിന്റെ മുതലും ലാഭവും ഞാനേക്ക് കൊടുത്തേക്കാം. കുറെ നാളായി ഞാൻ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മുതലാളി, പ്രസിഡന്റ് ഞങ്ങളോട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്.
ഞങ്ങളുടെ മുതലാളിക്ക് ഒരു അപകടം വരുമ്പോ ഞങ്ങൾക്ക് നോക്കിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ. ഓവറാക്കല്ലേ. സ്വന്തം കൂടപ്പറപ്പിനില്ലാത്ത സ്നേഹം അന്യരായ നിങ്ങൾ എന്നോട് കാണിക്കുന്നു. അതാണ് മുതലാളി ഞങ്ങളുടെ സ്നേഹം. ഓവറാക്കല്ലേ. അതെനിക്കറിയില്ലേ. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഊണ് കഴിക്കാൻ പോയിട്ട് അവളെ കണ്ടു, ഒന്ന് കൂട്ടിരിക്കുകയും ചെയ്തു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. ആണുങ്ങളെ എങ്ങനെ വേണം, കിട്ടുന്ന അവസരം പാഴാക്കരുത്. ഞാനും അങ്ങനെയാ. എന്നിട്ടെന്താ അവിടെ ഒരു കള്ളച്ചോടാത്ത കീറി പോയി. അപ്പോൾ പിഴേ നിന്റെ വല വീഴുന്ന ടൈപ്പോ വീഴും, അല്ലെങ്കിൽ ഞാൻ അവളെ വീഴ്ത്തും. മിടുക്കൻ, മിടുമിടുക്കൻ. നാളെ ലാഭവിധം വാങ്ങിക്കാൻ വരുന്നതിന്റെ പേരെന്താണ്? തോമസ്. ആ, തോമസ്. ആ, നടുവണ്ണ എടുക്ക. ആ, നിങ്ങൾ ഇവന്റെ അടുത്ത് നിന്നാ മതി. ആ, എന്താണ് പേരെന്ന് പറഞ്ഞ? അയാളുടെ പേര് കുളിരി. കുളിരി. കുളിരി ആരാന്ന് ചോദിച്ചാ മതി. കുളിരോ? അങ്ങനെയല്ലല്ലോ ഇന്നലെ പറഞ്ഞത്. കുളിരി രാമൻ നായരി. അങ്ങനെ വിളിക്കുന്നത് അങ്ങനെയൊക്കെ ഇഷ്ടം. തരാനുള്ളത് പെട്ടെന്ന് തരും. ആണോ? എങ്കിൽ വരണടാ. കുളിരി രാമൻ നായർ ആരാ നിങ്ങള്? ഞാൻ തോമസ്. ഓ, മനസ്സിലായി മനസ്സിലായി. ലാഭവീതം വാങ്ങാൻ വന്ന വരൂ, ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. സർക്കാരൊന്നും വേണമെന്നില്ല, കാശ് കിട്ടി പോകാൻ. അയ്യോ, ധൃതി വെക്കരുത്. പ്രസിഡന്റിനും വീട്ടുകാർക്കും ഒക്കെ സുഖം തന്നെയല്ലേ? അതെ. ഉദ്ദണ്ണൻ മുതലാളി. എത്ര തരാറുണ്ടെന്നാ പറഞ്ഞത്? 1,60,000. ഓ, അത്രേ ഉള്ളോ? കണക്കൊക്കെ കൃത്യമാണല്ലോ. ഈ മാസത്തെയും കൂടി ചേർത്ത് കൃത്യം. കാശിന്റെ കണക്കാവുമ്പോ അത് കൃത്യമായിരിക്കണം, അല്ലെ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അത് ശരിയാ, കാശിന്റെ കാര്യത്തിൽ ഞാനും കറക്റ്റാ. പുള്ളിക്കാരൻ വരില്ലേ? വരാനാ പറഞ്ഞത്. എന്താ എന്റെ കൈ തരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്കിൽ തന്നോളൂ. അയ്യോ, വിഹിതം വാങ്ങിക്കാൻ മതി. അടിച്ച് പിരിക്കടാ. കുഴപ്പമൊന്നുമില്ലടാ. പുറമേ കുഴപ്പമൊന്നുമില്ല, അകത്താണ് ഗ്യാസായിരിക്കും. എന്തോ? ഞാനും നിനക്ക് രൂപ തന്നെയല്ലേ കടം തന്നത്? അതെ, അത് ഞാൻ പലിശ സഹിതം തിരിച്ചു തരും. തോമസിനോട് നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അതെ. ഈ രീതിയിലാണ് നീ തിരിച്ചു തരുന്നതെങ്കിൽ ഞാൻ നിന്നോട് കാശ് ചോദിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അതെല്ലാം ഭാഗ്യവട്ടന്റെ ഇഷ്ടം. അതെ. നിന്നെ കൊല്ലി ഞാൻ. ഇതും കൂടെ കൊണ്ടുപോവാ. അതൊന്നും അങ്ങനെ വാരി വലിച്ചിടണ്ട. നാളികേരത്തിന് വിലയില്ല, വളത്തിനാണ് ഇരട്ടി വിലയും. അതിന് നമ്മൾ പുതിയ ചാക്കൊന്നും എടുത്തിട്ടില്ല. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ബാക്കി അത് നന്നായി. ഇതൊന്നും നന്നായി. കൊള്ളാം, ഇതാ പറ്റിയ പണി. എന്താ പിടിച്ചില്ലേ? ഓ, പിടിച്ചു പിടിച്ചു പിടിച്ചു. ഇനി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് സ്ഥിരമായിട്ട് തൂമ്പ എടുക്കുന്ന നല്ലത്. പണിക്കാർക്ക് കൂലി കൊടുക്കണ്ടല്ലോ. നിങ്ങളൊന്നും പറയാൻ പോകണ്ട. പിന്നെ
മില്ലിലെ ലാഭവിഹിതം കൊടുത്തു വിട്ടിരുന്നു, കിട്ടിയോ ആവോ? ഇനിയും വേണമെങ്കിൽ പറഞ്ഞാ മതി, ഇവിടെ കൊണ്ടുവന്ന് നേരിട്ട് തരാം. അത്രടം വരെ വന്ന് വെറുതെ ബുദ്ധിമുട്ടണമെന്നില്ല. ആരെ അയച്ച കാര്യമായി പറയുന്നേ? ആ യവന് പ്രാന്ത. ആ എന്താടോ തന്റെ നാക്കിറങ്ങി ഒന്ന് പറഞ്ഞു പോയില്ലടാ. സമയമാകുമ്പം ഞാൻ അങ്ങോട്ട് വരും. ഒരണാ പൈസ തെറ്റാതെ കണക്കൂട്ടി വെച്ചോ. ഇതുവരെയുള്ള ലാഭവും അതിന്റെ പലിശയും കൊടുക്കേണ്ടി വരും. ആ പിന്നെ ജീവിക്കണമെങ്കിൽ തൂമ്പ എടുക്കുന്നതാണ് നല്ലത്. സാരമില്ല, നമ്മുടെ പറമ്പിൽ പണി തരാം. പണി ഞാൻ തരാം. പെണ്ണുമ്പിള്ളേ, ഇങ്ങനെ തലയെ കൊണ്ടിട്ടുണ്ട് പുറത്തിറങ്ങാൻ ഒരു കാതി മുണ്ട് അലക്കി തേച്ച് വെച്ചേര്. അതിനുള്ള സമയം അടുത്തടുത്ത് വരുന്നുണ്ട്. ഓടാ പോടാ. ഇത്രയധികം ആലോചിക്കാൻ ഞാൻ ആരെയും കൊല്ലാനല്ല പറഞ്ഞത്. ആ മുതലാളി പേടിക്കണ്ട, അവള് വീഴും. ഞാൻ ചെറിയൊരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. നാശിപ്പിച്ചു. എന്തിനാടാ ആ സാധനം ഇത്ര ചെറുത് കൊടുത്തത്? കാശ് എത്ര വേണേലും ഞാൻ തരുമായിരുന്നല്ലോ. ഒരു വലുത് വാങ്ങി കൊടുക്കാൻ മേലായിരുന്നോ? അതല്ല മുതലാളി, ഇഷ്ടമാണെന്നൊരു സൂചന കൊടുത്തു എന്നാണ് ഇവൻ പറഞ്ഞത്. ആഹാ, ആ സൂചനയൊക്കെ കൊടുത്താൽ മതി. നീ ഒരു കടലാസം പേനയും എടുക്ക്. അതെന്തിനാ? എഴുതാൻ. എന്ത്? പ്രേമലേഖനം എഴുതാൻ. ഇതങ്ങോട്ട് ചെന്ന അവളല്ല, അവിടെ തള്ള വീഴും. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്വന്തം ക്ലാസ് ടീച്ചർക്ക് പ്രേമലേഖനം എഴുതിയവനാ ഞാൻ. അപ്പൊ മുതലാളി 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? കണ്ടാ തോന്നൂല. പിടിക്കേ, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ കൊണ്ട് കാച്ച്. അല്ല, ഈ ലെറ്റർ എഴുതാന്നൊക്കെ പറഞ്ഞ ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമല്ലേ, വല്ല ഇമെയിലോ മറ്റോ. ഇമെയിൽ ഇസ്മയിലും ഒക്കെ നിന്റെ നാട്ടില്, ഇവിടെ ഇങ്ങനെ. നീ എഴുത്. എന്താ എഴുതണ്ടേ? എന്റെ പ്രിയപ്പെട്ട തങ്കക്കുടമേ. അയ്യേ, അല്ല പേര് വെക്കണ്ടേ? ഏയ്, ഇതാ ഇവിടുത്തെ രീതി. ഇതെല്ലാം കേൾക്കുമ്പോ ഒരു സുഖം ഉണ്ടാവും. എന്താ? ഒന്നും എന്നാ എഴുത്. പറഞ്ഞില്ല. എന്റെ തങ്കക്കുടമേ, നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ ഉറങ്ങി. ഇന്നലെ പോത്തുപോലെ കിടന്നുറങ്ങിയതാണ്. അത് അവൾ അറിയുന്നില്ലല്ലോ മണ്ടൻ. ആ അത് ശരിയാ. പിന്നെ നിന്റെ മധുരനാരങ്ങ പോലുള്ള കവിളുകളും, മുട്ടയുടെ കോഴിമുട്ടയുടെ ഉണ്ണി പോലുള്ള കണ്ണുകളും, നീണ്ടു ഉയർന്നു നിൽക്കുന്ന മൂക്കും, എന്തിനധികം പറയുന്നു, കുടംപുളി പോലുള്ള നിന്റെ ചുണ്ടുകളും കണ്ട് ഞാൻ നിന്നിൽ ആകൃഷ്ടനായി പ്രിയേ. അതെ, അത്രയും വേണോ? ഇത് പോരാ, ഇത് വെറും ഒരു പ്ലാൻ. വിവാഹം കഴിച്ചില്ലെങ്കിൽ തീവണ്ടിക്ക് തലവെക്കുമെന്നോ സൈനൈഡ് വിഴുങ്ങി ആത്മഹത്യയൊന്നോ എഴുതി പേടിപ്പിക്കണം. നാളെ ഇത് കോളേജിൽ കൊണ്ട കൊടുത്ത് അവളുടെ മറുപടി വാങ്ങിയേ വരാവൂ. പിന്നെ എഴുത്തിൽ നിന്റെ ഫോൺ നമ്പർ വെക്കാൻ മറക്കരുത്. അപ്പൊ പിന്നെ വരട്ടെ. എന്തൊരു പണ്ഡിതൻ. നീ ഇത് കൊടുക്കാൻ പോവാ? പിന്നെ ഇതൊന്നും ശരിയാവില്ല. വേറെ എന്താണെങ്കിലും വേഗം എഴുതണം, കാശിന് അത്യാവശ്യം. ഇയാൾ എന്നെ കൂടെ കൊല്ലി. അവള് വരുന്നുണ്ട്. എല്ലാ പെമ്പിളോടും കളിക്കുന്ന പോലെ ഞങ്ങളോട് കളിച്ചാലുണ്ടല്ലോ, നീ വിവരം അറിയും. നീ എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നേ? ഇന്നത്തോളം ഒക്കെ ഞാൻ തീർത്തേനെ. എന്തിനാ ടെൻഷൻ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. അവള് വരുന്നുണ്ട്. ഇന്ന് സ്കൂട്ടറിലല്ലോ. അതേതായാലും നന്നായി, ലെറ്റർ കൊടുക്കാൻ സൗകര്യം. എന്റെ കൈ വരയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. ധൈര്യമായിട്ടിരിക്കടാ. ഹലോ ഹലോ, എന്താ ഇവിടെ? ഏയ് ഒന്നുമില്ല, വെറുതെ. എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? പിന്നെന്താ? ആ നിക്കണവൻ കുറെ നാളായി ഇവളുടെ പുറകെ കിടന്ന് ശല്യപ്പെടുത്തുന്നു. അത് ശരി, അത് ചോദിക്കണമല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. കിട്ടിയ അവസരം മുതലാക്കണം. ഒക്കെ ഞാൻ ഏറ്റു. അപ്പോൾ നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എന്റെ വല്യപ്പച്ചന്റെ കുട്ടിയുടെ വീട്ടിലേക്ക് ഉടനെ വിടുന്നുണ്ട്. What nonsense you're talking? അപ്പൊ ജോൺസണോട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചോ? ഇപ്പോഴെങ്കിലും പറഞ്ഞു തന്നായി. എന്നാ പൈക്കോ. ഭാർഗവട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. അവരിങ്ങോട്ടൊന്ന് വന്നോട്ടെ. അയ്യോ, തല്ലൊന്നും വേണ്ട. അവന്മാർക്കിട്ട് 2 എണ്ണം കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ഭാർഗവൻ. ഞാൻ രായപ്പൻ. ഭാർഗവട്ടൊന്ന് വന്നേ, ഒന്ന് വാ. അതെ, ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോകണ്ട. അവന്മാരെ വിറ്റുകളെ ശല്യപ്പെടുത്തുന്നത് നമുക്കെന്താ? ഇതാണ് നിനക്ക് ബുദ്ധിയില്ലാന്ന് പറയണത്. അവൾ അവനൊക്കെ പ്രേമിച്ചാ നിനക്ക് പ്രേമിക്കാൻ പറ്റുമോ? നീ പ്രേമിച്ചില്ലെങ്കിൽ നിനക്ക് കാശ് കിട്ടുമോ? നിനക്ക് കാശ് കിട്ടില്ലെങ്കിൽ എനിക്ക് കാശ് കിട്ടുമോ? അപ്പൊ കാശാണ് വലുത്. മിണ്ടാതെ വാ. ഇങ്ങോട്ട് വാ. ഒന്ന് പിടിച്ചേ.
ഭാർഗവട്ടാ ദേ വെറുതെ വേണ്ട, കോളേജ് സ്റ്റുഡൻസ് ഒന്ന് പറയടാ. നീ എന്തിനാ പേടിക്കണം? അവര് 3 പേരിലുള്ളൂ, നമ്മൾ 4 പേരില്ലേ? എല്ലാം നമുക്ക് ശരിയാ. അവൾ എന്റെ കയ്യിൽ എന്താടാ നിന്റെ പേര്? ഖഗനാഥൻ. എന്ത്? നിന്റെ വീട്ടിലാരൊക്കെയുണ്ടടാ? അതെ, നമ്മളിവർ തല്ലാനല്ലേ വന്നത്, അല്ലാതെ ചേട്ടന്റെ പെങ്ങളെ ഇവന് കെട്ടിച്ചു കൊടുക്കണമെന്നല്ല. അതല്ലടാ, അവന്റെ പേര് കേട്ട അവനോട് പ്രശ്നക്കാരനാണെന്ന്. അവൻ 5-6 ചേട്ടന്മാരുണ്ടെങ്കിൽ തിരിച്ചല്ലോ അതറിയാനാ. ദാ, നീ ആ നിൽക്കുന്ന പെൺകുട്ടികളെ കളിയാക്കാറുണ്ടോ? ഉണ്ട്. ഇനി നീ കളിയാക്കോടാ? കളിയാക്കും. ഒന്ന് തല്ലാനും പറ്റില്ല. ഓടാ. രാജപേട്ട കലക്കി. ഒരടി പോലും അവന്മാർക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല. ഒരടി പോലും നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭാർഗവേട്ടാ, നമുക്ക് ഓടാം. അവര് കണ്ട ചമ്മല. എന്റെ അമ്മ എന്തൊരു വേദന. നിനക്ക് മാത്രമേ ഉള്ളൂ വേദന, എന്റെ നടുവിനെ ഒന്നിനും കൊള്ളൂല. ഭാർഗവേട്ടന് ഒരു വേദനയും ഇല്ലേ? അതിന് ആദ്യത്തെ ചവിട്ടിന് എന്റെ ബോധം പോയില്ലേ, പിന്നെ എങ്ങനെ വേദന അറിയുന്ന? എന്നാലും ഉള്ളിൽ ചെറിയൊരു ചതവുണ്ട്. അയ്യോ എവിടെ? നിനക്കല്ലേ? എനിക്ക് മൊത്തം നീരാ. ചതയൻ ബെസ്റ്റാ. ലായപ്പിന് അത് വാങ്ങാൻ വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു നീ ആ ലെറ്റർ എന്ത് ചെയ്തടാ? അത് ഞാൻ തല്ലു വാങ്ങാൻ പോയപ്പോ ആരെ ഏൽപ്പിച്ചല്ലോ? ഭാർഗവേട്ടനാണോ? എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അതും കൊണ്ടുപോയി കളഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്നും കൂടെ എഴുതാലോ. ഇനി ആ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഞാനില്ലേ? ഭാർഗവേട്ട ഫോൺ ചലിക്കണ്ടോന്ന് എടുക്ക്. കന്നി കോൾ ആരായിരിക്കും? ആ കഞ്ഞിയായിരിക്കും മുതലാളി. അയാൾക്ക് മാത്രമല്ലേ നമ്പർ അറിയൂ. ലെറ്റർ കൊടുത്തോന്ന് അറിയാനാവും. അയ്യോ, എന്നൊരു കാര്യം ചെയ്, നീ സംസാരിച്ച. ഹലോ. ഹലോ, ശിവൻകുട്ടി. അതെ, ആരാ? ഞാൻ ശ്രീദേവി, മനസ്സിലായോ? മറ്റവളെ പ്രസിഡന്റിന്റെ മോള്. ഹലോ. എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് ദേഷ്യമാണെന്ന് അറിയാം. തല്ല് ഒരുപാട് കിട്ടിയോ? ഏയ്, അന്ന് ടൗണിൽ വെച്ച് കിട്ടി അത്ര കിട്ടിയിട്ടില്ല. ഇത്തവണ ഷെയർ ചെയ്യാൻ 2-3 പേരും കൂടി ഉണ്ടായിരുന്നല്ലോ. എന്റെ ഷെയറിനെ കുറിച്ച് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം തല്ലി മേടിച്ച ഒരു പുരുഷൻ ഈ ലോകത്ത് ചിലപ്പോ ഞാൻ മാത്രമായിരിക്കും. എന്താ, ഞങ്ങളൊന്നും പുരുഷന്മാരല്ലേ? അത്രയധികം കുട്ടികൾ വന്നപ്പോ നിങ്ങൾക്ക് ഓടായിരുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, അങ്ങനെ ഓടിയാ ഞാനൊരാണല്ലാതാവില്ലേ? ഞങ്ങൾ ഓടിയിട്ടില്ല. ഞാനും. ആരാ അത്? അതെന്റെ കൂട്ടുകാരാ. എല്ലാരോടും ഞാൻ ക്ഷമ ചോദിച്ചതായി പറയണം. പറഞ്ഞേക്കാം. അല്ല, എന്റെ ഈ നമ്പർ എങ്ങനെ കിട്ടി? എനിക്ക് തന്ന ലെറ്ററിലുണ്ടായിരുന്നു. അല്ല, അതെനിക്ക് എഴുതിയതല്ലേ? അതെ. ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ? എന്ത്? എന്നെ ഇഷ്ടമാണെന്നൊക്കെ. അതെ, സത്യം. സത്യം. അവള് പറഞ്ഞോ? വീണു രാജപേട്ട, വീണു. പ്രസിഡന്റ് മോള് വീണു. അവള് വീഴണം. അവള് വീണ അവളുടെ 2 കാലും ഒരു കൈയൊടിയണം. അമ്മാതിരി അടിയണം നമുക്ക് അവള്. അതല്ലാന്ന്, ഇവന്റെ പ്രേമ വലയിൽ അവള് വീണെന്ന്. എത്രയും പെട്ടെന്ന് കാശും പഠിച്ച് നമുക്ക് സ്ഥലം എഴുന്നേക്ക്. അതാണ് ഇപ്പൊ വലിയ കാര്യം.